കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാന സർക്കാരുമായി വീണ്ടും ചർച്ച നടത്താൻ കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് അമിത് ഖരെയുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷം മറുപടി നൽകും. കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ വിഷ്ണു തലവൂർ കൂടെ ചേരുകയാണ്. വിഷ്ണു, ഇതിനു മുൻപും സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ കടമെടുപ്പ് പരിധിയുടെ അടക്കം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള കൂടുതൽ ഒന്നും തന്നെ തീരുമാനമാകാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയായതെന്ന്? അവിടെ നേരത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സംസ്ഥാന ധനകാര്യമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും കേന്ദ്ര ധനകാര്യ ഉദ്യോഗസ്ഥരുമായിട്ടൊരു കൂടിക്കാഴ്ച ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ചയിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുകയും അതോടൊപ്പം അന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തിന് അടിയന്തരമായി 13,000 കോടിയുടെ ഒരു വായ്പാ പരിധി കൂടി അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഒരാവശ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഒരു ആവശ്യം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് കേൾക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഈ മാർച്ച് 6, 7 തീയതികളിൽ കേരള സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയിൽ, അതായത് കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതി കേരളത്തിൻ്റെ ഹർജിയിൽ വാദം കേൾക്കാനിരിക്കെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസുമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോൾ ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവായിട്ടുള്ള അമിത് ഖരെയുമായിട്ടാണ് ഇന്ന് കെ.വി. തോമസ് ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ കടമെടുപ്പ് പരിധി സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ചയായിട്ടുണ്ട്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള എയിംസ് എന്ന ആവശ്യം, അതോടൊപ്പം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നടന്ന ഒരു ചർച്ചയിൽ ഇതൊക്കെ തന്നെ വിഷയമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കെ.വി. തോമസ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുകയും അതിനുശേഷം മറുപടി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ കെ.വി. തോമസ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടു കൂടി കെ.വി. തോമസ് തിരുവനന്തപുരത്തെത്തും. അതിനുശേഷമായിരിക്കും മറ്റ് ചർച്ചകളൊക്കെ തന്നെ നടക്കുക. ആവണി, ശരി. കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാന സർക്കാരുമായി വീണ്ടും ചർച്ച നടത്താൻ കേന്ദ്ര നീക്കം. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് അമിത് ഖരെയുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ച ശേഷം മറുപടി നൽകും. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.